നമസ്കാരം. അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോർട്ട്ഫോളിയോ റിവിഷൻ. എന്താണ് പോർട്ട്ഫോളിയോ റിവിഷൻ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെൻ്റൽ അനാലിസിസും ഒക്കെ നോക്കി അതിനുശേഷം നമ്മളുടെ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് വി ഹാവ് ഐഡൻറ്റിഫൈഡ് ആൻ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ. അപ്പോൾ ഒരു ഡൈനാമിക് എൻവിയോൺമെൻറ്റിൽ ഡേ ടു ഡേ ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സമയത്ത് ഒപ്റ്റിമലായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള പോർട്ട്ഫോളിയോ എല്ലാ കാലത്തും ഒപ്റ്റിമൽ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ദറ്റ് മീൻസ് in a dynamic environment a portfolio that was optimal at the time when it was constructed may not continue to be optimal with the passage of time. So as a result of that, what happens is we have to go for revising the portfolio. We have to revise the portfolio in the light of the changes. എന്താ അപ്പോൾ പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറഞ്ഞാൽ? പോർട്ട്ഫോളിയോയെ ഒന്ന് റിവൈസ് ചെയ്യുക എന്ന് വെച്ചാൽ ചിലപ്പോൾ പുതിയ സെക്യൂരിറ്റികൾ വാങ്ങുക, ഇല്ലെങ്കിൽ ഇതിലുള്ള ലാഭം കുറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റികൾ ഏതെങ്കിലും ഉണ്ട് എങ്കിൽ അത് വിറ്റൊഴിവാക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ പോർട്ട്ഫോളിയോ റിവിഷൻ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ് പോർട്ട്ഫോളിയോ റിവിഷൻ്റെ ആവശ്യം, ഏതൊക്കെ സാഹചര്യങ്ങളിൽ പോർട്ട്ഫോളിയോ റിവിഷൻ ആവശ്യമായി വന്നേക്കാം. ഇപ്പോൾ ഒന്നുകിൽ നമ്മളുടെ ഈ സമയം മാറുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതല്ലാതെ തന്നെ വരാവുന്നത് നമുക്ക് കുറച്ച് അഡീഷണൽ ആയിട്ട് കുറച്ച് ഫണ്ടുകൾ വന്നു, അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ നമ്മൾ പോയിട്ട് റിവൈസ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ റിസ്ക് ടോളറൻസ് ലെവലിൽ എന്തെങ്കിലും മാറ്റം വന്നു, ആ സമയത്ത് നമ്മൾ റിവൈസ് ചെയ്യാം. അതേപോലെ നമ്മളുടെ നിക്ഷേപ ലക്ഷ്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു. ഇപ്പം പിന്നെ നമുക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ നമ്മൾ പിന്നെ അവന് പഠിത്തത്തിന് വേണ്ടിയിട്ടുള്ള പൈസ എന്നുള്ള രീതിയിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവർക്കൊരു അവരുടെ കല്യാണം, ഓക്കെ, അപ്പോൾ ആ കല്യാണത്തിന് വേണ്ടി വരുന്ന പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് പല കാലങ്ങളിലേക്കുള്ള പല നിക്ഷേപ ലക്ഷ്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിലൊക്കെ ഈ പോർട്ട്ഫോളിയോ റിവിഷൻ അതൊക്കെ കൊണ്ട് പോർട്ട്ഫോളിയോ റിവിഷൻ വന്നേക്കാം. ഇല്ലെങ്കിൽ നമ്മൾക്ക് ഓൾറെഡി കുറച്ച് പൈസയുണ്ട്, ഇപ്പോൾ മീൻസ് കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അതിൽ ഒരു ഭാഗം നമുക്കിപ്പോൾ ക്യാഷ് ആയിട്ട് ആവശ്യമുണ്ട്, അപ്പോൾ ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ റിവിഷൻ നടത്താം. ഓക്കെ, അപ്പോൾ റിവിഷൻ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ ഒന്നുകിൽ ഏതൊക്കെ പിന്നെ റിവിഷൻ എന്നതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ഇറ്റ് ഡിറ്റർമിൻസ്, രണ്ട് വേരിയബിൾസാണ് ഈ പോർട്ട്ഫോളിയോയുടെ ഒരു കമ്പോസിഷനെ നിർണ്ണയിക്കുന്നത്, പോർട്ട്ഫോളിയോയെ തീരുമാനിക്കുന്നത്. അത് രണ്ടെണ്ണമാണ്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഏതൊക്കെ സെക്യൂരിറ്റികൾ ഉൾപ്പെടുത്തണം, ദെൻ ഓരോ സെക്യൂരിറ്റികളിലും എത്രത്തോളം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇങ്ങനത്തെ രണ്ട് കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്. ഏതൊക്കെ സെക്യൂരിറ്റി, അതിൽ എത്രത്തോളം പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ സെക്യൂരിറ്റികൾ വേണം, അതിൽ എത്രത്തോളം ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് പോർട്ട്ഫോളിയോ റിവിഷനിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇനി ഈ പോർട്ട്ഫോളിയോ റിവിഷൻ രണ്ട് രീതിയിലാണ് ഉണ്ടാകാറുള്ളത്. ഇറ്റ് മേ ബി ഓഫ് ടു ടൈപ്സ്. ദാറ്റ് ഈസ് ഒന്നുകിൽ സെക്യൂരിറ്റികൾ മാറ്റം വരുത്തുക, നമ്മൾ നേരെ പറഞ്ഞാൽ ചേഞ്ചിങ് ദ സെക്യൂരിറ്റീസ് ഓർ ആൾട്ടറിങ് ദ പ്രപ്പോർഷൻ. ഇത് രണ്ടെണ്ണം. സെക്യൂരിറ്റി മാറ്റം വരുത്താൻ മേലെ പറഞ്ഞ കാര്യം തന്നെ, സെക്യൂരിറ്റീസ് ദെൻ പ്രപ്പോർഷൻ, ഇത് രണ്ടും മാറ്റം, ചേഞ്ചിങ് ദ സെക്യൂരിറ്റീസ് ഓർ ചേഞ്ചിങ് ഓർ ആൾട്ടറിങ് ദ പ്രപ്പോർഷൻ. ഓക്കെ, ദെൻ ഈ പോർട്ട്ഫോളിയോ റിവിഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ, നോർമലി വാട്ട് ഹാപ്പൻസ് ഈസ് ഇൻ പോർട്ട്ഫോളിയോ റിവിഷൻ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ പർച്ചേസ് ഓർ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പുതിയ സെക്യൂരിറ്റികൾ വാങ്ങി വെക്കുക, അല്ലെങ്കിൽ നിലവിലുള്ള സെക്യൂരിറ്റികളെ കുറച്ച് വിറ്റ് കളയുക, അങ്ങനെയാവാം. അപ്പോൾ പോർട്ട്ഫോളിയോ റിവിഷൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് പരമാവധി ലാഭം ഉണ്ടാക്കുക, റിട്ടേൺ കിട്ടുക, മാക്സിമൈസേഷൻ ഓഫ് റിട്ടേൺ ആൻഡ് മിനിമൈസേഷൻ ഓഫ് റിസ്ക്. ദിസ് ഈസ് ദ എയിം ഓഫ് പോർട്ട്ഫോളിയോ റിവിഷൻ. ദെൻ നമുക്ക് നോക്കാം, ഈ പോർട്ട്ഫോളിയോ റിവിഷൻ നമുക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ദർ ആർ സർട്ടൈൻ കൺസ്ട്രെയിൻസ് വിച്ച് സ്റ്റാൻഡ് ആസ് എ ഹിൻഡ്രൻസ് ഇൻ ദ ഫ്രീക്വൻറ്റ് പോർട്ട്ഫോളിയോ റിവിഷൻ. അപ്പോൾ ആ പോർട്ട്ഫോളിയോ റിവിഷനിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഒന്ന് ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷെയർ മാർക്കറ്റിൽ ട്രാൻസാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾക്കൊക്കെ അറിയാം യു ഹാവ് ടു പേ സം കമ്മീഷൻ ബ്രോക്കറേജ് എക്സെട്ര ടു ദ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. അപ്പോൾ അങ്ങനെ അവർക്ക് കൊടുക്കുന്ന ഈ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ ഉണ്ട് എങ്കിൽ what will happen, it will increase the transaction cost and thereby it will reduce the അഡ്വാൻറ്റേജസ് ഓഫ് പോർട്ട്ഫോളിയോ റിവിഷൻ കൊണ്ടുണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ അതിൻ്റെ ഗുണം ഈ പൈസ കൊടുക്കുന്നത് ഈ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നത് കൊണ്ട് അത്ര കണ്ട് കുറയും. അതാണ് ഒരു ഹിൻഡ്രൻസ്, ഒരു പ്രോബ്ലം. രണ്ടാമത്തേത് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ രണ്ടെണ്ണം ഉണ്ട് ഷെയർ മാർക്കറ്റിൽ. നമ്മൾ പറയുന്നതാണല്ലോ, അപ്പോൾ ഒരു 1 ഇയർ വയ്ക്കുകയാണെങ്കിലുള്ളത് 1 ഇയറിൻ്റെ ഉള്ളിൽ ഷോർട്ട് പീരീഡിൽ കിട്ടുകയാണെങ്കിലുള്ളത്. അപ്പം ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനേക്കാൾ കുറവാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു പീരീഡ് 12 മാസത്തിൽ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടേം ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുള്ളൂ. അപ്പോൾ ഈ ഷോർട്ട് ടേം ആണ് എങ്കിൽ ഷോർട്ട് ടേമിൽ നടത്തുന്ന പോർട്ട്ഫോളിയോ റിവിഷൻസ് ഇറ്റ് വിൽ അട്രാക്ട് ഹയർ ടാക്സ് റേറ്റ്. ദാറ്റ് ഈസ് അനദർ ഇഷ്യൂ. അപ്പോൾ കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും ഫ്രീക്വൻ്റ് ആയിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഒരു കൊല്ലം, അപ്പോൾ മാറ്റിക്കഴിഞ്ഞാൽ 1 കൊല്ലം കഴിഞ്ഞിട്ട് മാറ്റിയാലേ മീൻസ് റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. അപ്പം ടാക്സ് അതൊരു പ്രോബ്ലമാണ്. ദെൻ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റിപ്പുലേഷൻസ്, മൂന്നാമത്തേത്. സ്റ്റാറ്റ്യൂട്ടറി സ്റ്റിപ്പുലേഷൻസ് എന്ന് പറയുന്നതിൽ വരുന്നത് എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ, ഒന്ന് ഏറ്റവും വലിയ പോർട്ട്ഫോളിയോസ്, ദ ലാർജസ്റ്റ് പോർട്ട്ഫോളിയോസ് ഇൻ എവറി കൺട്രി, they are managed by the investment companies and mutual fund companies. മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളും ഒക്കെയാണ് ഈ ലാർജർ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഫണ്ട് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോസ് മാനേജ് ചെയ്യുന്ന, ഷെയർ മാർക്കറ്റിൽ കൂടുതൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ദേ ആർ ഗവേൺഡ് ബൈ സം സ്റ്റാറ്റ്യൂട്ടറി സ്റ്റിപ്പുലേഷൻസ്. അവരുടെ നിക്ഷേപ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റിയെ നിയന്ത്രിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. മീൻസ് സം സ്റ്റാറ്റ്യൂട്ടറി സ്റ്റിപ്പുലേഷൻസ്, നിയമപരമായ ഘടകങ്ങളുണ്ട്. അപ്പോൾ ആ നിയമപരമായ ആ സ്റ്റിപ്പുലേഷൻസ് ഇവരുടെയൊക്കെ ഒരു പെർഫോമൻസിനെ അല്ലെങ്കിൽ ഈ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള പർച്ചേസ്, സെയിൽ എക്സെട്ര ഓഫ് ഷെയർസ് ദാറ്റ് വിൽ ബി അഫക്റ്റഡ്. ഓക്കെ. ദെൻ അടുത്തത് ഇൻട്രൻസിക് ഡിഫിക്കൽറ്റി മീൻസ് ദാറ്റ് മീൻസ് ഈ പോർട്ട്ഫോളിയോ റിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അതിന് തന്നെ ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്, ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് വൺ. ആൻഡ് അഗെയിൻ എന്ത് മെത്തഡോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യണം, എങ്ങനെയാണ് ഇത് റിവൈസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു മെത്തഡോളജി ഒന്നുമില്ല. സോ അത് റിവൈസ് ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു പ്രശ്നമാണ്. ഇറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ ഡിഫിക്കൽറ്റി. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രെയിൻറ്റ്സ് ഇൻ ദ പോർട്ട്ഫോളിയോ റിവിഷൻ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പോർട്ട്ഫോളിയോ റിവിഷൻ്റെ സ്ട്രാറ്റജീസാണ്. പോർട്ട്ഫോളിയോ റിവിഷന് 2 തരത്തിലുള്ള സ്ട്രാറ്റജീസാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ആക്റ്റീവ് റിവിഷൻ സ്ട്രാറ്റജി, രണ്ടാമത്തേത് പാസീവ് റിവിഷൻ സ്ട്രാറ്റജി. എന്താണ് ആക്റ്റീവ് റിവിഷൻ സ്ട്രാറ്റജി? ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ആ പദം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻ്റ് ആയിട്ട് വാങ്ങുക, വിൽക്കുക, അങ്ങനെയുള്ളത്. ദാറ്റ് മീൻസ് ഹിയർ ദ ഇൻവെസ്റ്റർ ബിലീവ്സ് ദാറ്റ് ഷെയർ മാർക്കറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ്ലി എഫിഷ്യൻറ്റ്. ഷെയർ മാർക്കറ്റ് എഫിഷ്യൻ്റ് അല്ല എന്ന് വിചാരിക്കുന്നു. സോ ഇറ്റ് മീൻസ് ദാറ്റ് സെക്യൂരിറ്റീസ് മേ ബി മിസ്പ്രൈസ്ഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സെക്യൂരിറ്റീസ് എന്താകാം? സെക്യൂരിറ്റീസ് മിസ്പ്രൈസ്ഡ് ആകാം. ഓക്കെ, ദാറ്റ് മീൻസ് ഇറ്റ് മേ നോട്ട് ബി കറക്റ്റ്ലി പ്രൈസ്ഡ്. അപ്പോൾ മിസ്പ്രൈസ്ഡ് ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ദർ ഈസ് എ ചാൻസ് ടു ഏൺ ഹയർ റിട്ടേൺ ഓർ എക്സസ് റിട്ടേൺ. ഓക്കെ, ആൻഡ് ദിസ് ഇൻവെസ്റ്റർ, ദാറ്റ് ഈസ് ആക്റ്റീവ് റിവിഷൻ സ്ട്രാറ്റജി ഉള്ള ഇൻവെസ്റ്റർ ബിലീവ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ദ ഇൻവെസ്റ്റേഴ്സ് ആർ ഹാവിങ് heterogeneous expectation. There is no homogeneity in the expectations. Then they are confident of making some better estimate than others in the market. മറ്റുള്ളവരെക്കാളും നന്നായിട്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഈ ഇൻവെസ്റ്റേഴ്സ് വിശ്വസിക്കുന്നു. ദാറ്റ് മീൻസ് ആക്റ്റീവ് റിവിഷൻ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നവർ വിശ്വസിക്കുന്നു. സോ നാച്ചുറലി ദാറ്റ് മീൻസ് വാട്ട് വിൽ ഹാപ്പൻ ഈസ് frequent and major adjustments will be made in the portfolio. ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ചസ് വരുത്തും. അതും ചെറിയ ചേഞ്ചസ് അല്ല, വലിയ ചേഞ്ചസ്. കുറേ സെക്യൂരിറ്റി വാങ്ങുക, കുറേ എണ്ണം വിൽക്കുക, അല്ലെങ്കിൽ വേറെ പിന്നെ ഇതുവരെ ഇല്ലാത്ത പുതിയ സെക്യൂരിറ്റി വാങ്ങുക, അങ്ങനത്തെ മേജർ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഉണ്ടാകും. അത് ഫ്രീക്വൻ്റ് ആയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ആക്റ്റീവ് റിവിഷൻ സ്ട്രാറ്റജിയിൽ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫണ്ടമെൻ്റൽ അനാലിസിസ് മൊത്തം ഒന്നും കൂടെ കണ്ടക്ട് ചെയ്യും.
എന്നിട്ടാണ് ഏറ്റവും മികച്ച സെക്യൂരിറ്റികൾ ഏതൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് കൂടുതലായിട്ട് ആഡ് ചെയ്യുകയോ ഇല്ലെങ്കിൽ ഉള്ളതിൽ നിന്ന് കുറേ എണ്ണത്തിനെ ഒഴിവാക്കി കളയുകയോ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് ആക്റ്റീവ് റിവിഷൻ സ്ട്രാറ്റജി. ഇതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് ആയിട്ടുള്ളൊരു സാധനമാണ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് പാസീവ് റിവിഷൻ സ്ട്രാറ്റജി. അപ്പോൾ എന്താണ് പാസീവ് റിവിഷൻ സ്ട്രാറ്റജി എന്നുള്ളത് നമുക്ക് നോക്കാം. ദാറ്റ് മീൻസ് ഇറ്റ് ഇൻവോൾവ് infrequent and minor adjustments to the portfolio. Infrequent and minor adjustments, നേരത്തെ പറഞ്ഞതിൻ്റെ ജസ്റ്റ് റിവേഴ്സ്. ആൻഡ് ഹിയർ ദ ഇൻവെസ്റ്റർ ബിലീവ്സ് ദാറ്റ് that means he believes that market is efficient, and he also believes that there is homogeneity of expectation. മാർക്കറ്റ് എഫിഷ്യൻ്റ് ആണ്, ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഹോമോജനസ് എക്സ്പെക്റ്റേഷൻസ് ആണെന്ന് വിചാരിക്കുന്നു. സോ what happens is he find there is എന്താ പറയുക, ലിറ്റിൽ പ്രോഫിറ്റ്, ലിറ്റിൽ ഇൻസെൻറ്റീവ് ഫോർ ആക്റ്റീവ് റിവിഷൻ സ്ട്രാറ്റജി. ദാറ്റ് മീൻസ് നമ്മളിങ്ങനെ ആക്റ്റീവായിട്ട് മാറ്റിയിട്ട് കാര്യമൊന്നുമില്ല, വി വിൽ ഗെറ്റ് ഓൺലി റീസണബിൾ റിട്ടേൺ. എക്സസ് റിട്ടേൺ ഒന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല, ഒരു റീസണബിൾ റിട്ടേൺ മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. സോ വാട്ട് ഹി വിൽ ഡു ഈസ് ഹി വിൽ ബി ദ റിവിഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് നടത്തില്ല, ആൻഡ് ദ റിവിഷൻ വിൽ ബി മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് സം പ്രീ ഡിറ്റർമിൻഡ് പ്രൊസീജിയേഴ്സ്. ഇതിൽ ഈ പാസീവ് റിവിഷൻ സ്ട്രാറ്റജിയിൽ ഇടയ്ക്കിടയ്ക്കൊന്നും ചെയ്യില്ല, ഒരു പ്രീ ഡിറ്റർമിൻഡ് സെറ്റ് ഓഫ് റൂൾസ് ആർ ദെയർ, സം പ്രീ ഡിറ്റർമിൻഡ് പ്രൊസീജിയേഴ്സ് ആർ ദെയർ, ആൻഡ് ദീസ് പ്രൊസീജിയേഴ്സ് ആർ നോൺ ബൈ ദ നെയിം ഫോർമുല പ്ലാൻസ്. ചില ഫോർമുല പ്ലാൻസ് ഉണ്ട്, അതിനനുസരിച്ചിട്ട് മാത്രമേ റിവിഷൻ നടത്തുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ആ ഫോർമുല പ്ലാൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫോർമുല പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു മാർക്കറ്റിൽ സെക്യൂരിറ്റികളുടെ വില ഫ്ലക്ച്വേറ്റ് ചെയ്യും. ദ പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ് വിൽ ഫ്ലക്ച്വേറ്റ്, ആൻഡ് വി ഹാവ് ടു ബൈ എ സെക്യൂരിറ്റി വെൻ ദ പ്രൈസ് ഈസ് ലോ, വി ഹാവ് ടു സെൽ ദ സെക്യൂരിറ്റി വെൻ ദ പ്രൈസ് ഈസ് ഹൈ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സ് വിൽ ഹെസിറ്റേറ്റ് ടു ബൈ ഓർ സെൽ. അതായത് ഏതെങ്കിലും ഒരു സമയം വില കുറയുമ്പോൾ വാങ്ങണം, പക്ഷേ വില കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് ചിലപ്പോൾ ദേ ഹെസിറ്റേറ്റ് പർച്ചേസ്, എന്ന് വെച്ചാൽ വാങ്ങണം എന്ന് അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ല, ഇനിയും അതിൻ്റെ വില കുറയുമോ എന്ന് പേടിയുണ്ടാകും. വില കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വിൽക്കേണ്ട സമയത്ത് അവർ വിൽക്കില്ല, കാരണം എന്താണ്, ഇനിയും വില കൂടിയേക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് ഒരു റെമഡി ആയിട്ട് കൊണ്ടുവന്ന ആളുകളുടെ ആ ഒരു എന്താ പറയുക വിമുഖത, വിൽക്കാനൊക്കെയുള്ള ആ ഒരു വിമുഖത, അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഫോർമുല പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഫോർമുല പ്ലാൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇറ്റ് കണ്ടെയ്ൻ പ്രീ ഡിറ്റർമിൻഡ് റൂൾസ് റിഗാർഡിംഗ് വെൻ ടു ബൈ യുവർ സെൽ ആൻഡ് ഹൗ മച്ച് ടു ബൈ യുവർ സെൽ. എപ്പോൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യണം, എത്രത്തോളം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യണം എന്നുള്ളതിന് ഒരു മുൻകൂട്ടിയുള്ള പ്രീ ഡിറ്റർമിൻഡ് പ്ലാൻ പ്രൊസീജിയേഴ്സ് ഉള്ള ഒരു സാധനമാണ് ഫോർമുല പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ ഇൻവെസ്റ്റർ എന്ത് ചെയ്യണം? ഇതിൽ 3 തരത്തിലുള്ള ഫോർമുല പ്ലാൻസ് ആണുള്ളത്. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് ഇൻവെസ്റ്റർ ഫോർമുല പ്ലാൻ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അയാളുടെ പോർട്ട്ഫോളിയോയെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഒന്ന് അഗ്രസീവ് പോർട്ട്ഫോളിയോ എന്നും രണ്ടാമത്തേതിനെ ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അഗ്രസീവ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഷെയറുകൾ, ഇക്വിറ്റി ഷെയറുകൾ ഉൾപ്പെടുന്നതാണ് അഗ്രസീവ് പോർട്ട്ഫോളിയോ. ഓക്കെ, കൺസർവേറ്റീവ് അല്ലെങ്കിൽ ഡിഫെൻസീവ് എന്ന് പറയുന്നത് ബോണ്ട്, ഡിബഞ്ചറുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന കൺസർവേറ്റീവ് അല്ലെങ്കിൽ ഡിഫെൻസീവ് പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതിൽ നമ്മൾക്ക് ഇനി അപ്പോൾ ഇങ്ങനെ ആദ്യം അയാളുടെ പോർട്ട്ഫോളിയോ അയാൾ അങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. കൺസർവേറ്റീവ് ആയിട്ടും ഡിഫെൻസ് മീൻസ് അല്ലെങ്കിൽ അഗ്രസീവും കൺസർവേറ്റീവും ആയിട്ടും. അപ്പോൾ അതിലുള്ള ഇമ്പോർട്ടൻറ്റ് ഫോർമുല പ്ലാൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 3 എണ്ണമാണ് ഉള്ളത്. ഒന്ന് കോൺസ്റ്റൻറ്റ് റുപ്പി വാല്യൂ പ്ലാൻ, രണ്ടാമത്തേത് കോൺസ്റ്റൻറ്റ് റേഷ്യോ പ്ലാൻ, മൂന്നാമത്തേത് ഡോളർ കോസ്റ്റ് ആവറേജ്. അപ്പോൾ ആദ്യത്തേത് നമുക്ക് നോക്കാം. ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് റുപ്പി വാല്യൂ പ്ലാൻ. ഇവിടെ 2 പോർട്ട്ഫോളിയോ ഉണ്ടാവും, നമ്മൾ ആദ്യം പറഞ്ഞു, അഗ്രസീവും ഡിഫെൻസീവും. അതിൻ്റെ ഇവിടുത്തെ പർപ്പസ്, ഈ കോൺസ്റ്റൻറ്റ് റുപ്പി വാല്യൂ പ്ലാൻ മീൻസ് ദ പർപ്പസ് ഈസ് ടു കീപ് ദ വാല്യൂ ഓഫ് അഗ്രസീവ് പോർട്ട്ഫോളിയോ കോൺസ്റ്റൻറ്റ്. അഗ്രസീവ് പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ ഇക്വിറ്റി ഷെയർസ് ഉൾപ്പെടുന്ന ആ പോർട്ട്ഫോളിയോയുടെ മൂല്യം
മാർക്കറ്റ് പ്രൈസ്, ആ വില എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുക. അപ്പോൾ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കും അതിൻ്റെ വാല്യൂ ഇത്ര ഒരു എന്താ പറയുക ഇത്ര രൂപയിൽ നിർത്തുക. അപ്പോൾ ഈ ഇക്വിറ്റിയുടെ വില കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതിന് വരുന്ന മാറ്റത്തിനനുസരിച്ച് ഈ പോയിൻ്റ് ഈ വാല്യൂ സ്ഥിരമായി നിർത്തുന്നതിന് വിൽക്കുകയാണോ വേണ്ടത് അത് ചെയ്യുക, വാങ്ങുകയാണോ വേണ്ടത് അത് ചെയ്യുക. അതാണ് ഈ പറഞ്ഞ കോൺസ്റ്റൻ്റ് റുപ്പി വാല്യൂ പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ അഗ്രസീവ് പോർട്ട്ഫോളിയോയിൽ നിന്ന് ഡിഫെൻസീവിലേക്കോ അല്ലെങ്കിൽ ഡിഫെൻസീവിൽ നിന്ന് അഗ്രസീവിലേക്കോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. കാരണം പർപ്പസ് എന്ന് പറയുന്നത് അഗ്രസീവിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആക്കി, അഗ്രസീവ് പോർട്ട്ഫോളിയോയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുക. അപ്പോൾ അതിന് ചില പോയിൻ്റ് വയ്ക്കും. അപ്പോൾ 5% അഗ്രസീവും ഇതും തമ്മിലുള്ള വ്യത്യാസം, ഒരു ചില ആക്ഷൻ പോയിൻറ്റ്സ് നിർണ്ണയിക്കും. എത്രത്തോളം, അതായത് വിലയിൽ ഇപ്പോൾ 1 രൂപ അല്ലെങ്കിൽ 2 രൂപ 3 രൂപ കൂടി, അല്ലെങ്കിൽ 100 രൂപ കൂടി 500 രൂപ കൂടി, അപ്പോഴൊക്കെ ഒന്നും മാറ്റില്ല. ഒരു ലെവൽ ഫിക്സ് ചെയ്യും. ആ ലെവൽ എന്ന് പറയുന്നത് ഇറ്റ് മേ ബി സം 5% അല്ലെങ്കിൽ ഒരു 10%. ഇപ്പം നമ്മൾ വാല്യൂ ഇപ്പോൾ 1000ഉം 2000ഉം ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഒരു 20% എന്ന് വെച്ചാൽ 1200 ആയിക്കഴിഞ്ഞാൽ 1000ലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ ചില ആക്ഷൻ പോയിന്റുകൾ നിർണ്ണയിക്കും. വില ആദ്യം നിർണ്ണയിക്കും, രണ്ടും തമ്മിലുള്ള റേഷ്യോ അത് എത്ര രൂപയാണ് എന്നുള്ളത് തീരുമാനിക്കും. റേഷ്യോ അല്ല, രൂപയാണ് കേട്ടോ, റുപ്പിയാണ്, കോൺസ്റ്റൻറ്റ് റുപ്പി. പിന്നെ ഒരു ആക്ഷൻ പോയിന്റ്, ഇത്ര ശതമാനം, ആ റുപ്പി നമ്മൾ ഫിക്സ് ചെയ്തതിൽ നിന്നും ഇത്ര ശതമാനം 5% കൂടുകയോ കുറയുകയോ, അല്ലെങ്കിൽ ഒരു 10%, അല്ലെങ്കിൽ ഒരു 15%, അതും അല്ലെങ്കിൽ ഒരു 20% കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് മാത്രം പർച്ചേസോ സെയിലോ നടത്തും. ഓക്കെ, ദാറ്റ് മീൻസ് ഈ ഫണ്ട് വിൽ ബി ട്രാൻസ്ഫേർഡ് ഫ്രം അഗ്രസീവ് ടു ഡിഫെൻസീവ് ഓർ ഡിഫെൻസീവ് ടു അഗ്രസീവ് ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ. അതാണ് കോൺസ്റ്റൻറ്റ് റുപ്പി വാല്യൂ പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് കോൺസ്റ്റൻറ്റ് റേഷ്യോ പ്ലാൻ, രണ്ടാമത്തേത്. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ആ പേരിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തേത് കോൺസ്റ്റൻറ്റ് റുപ്പിയാണ്, അപ്പോൾ വിലയാണ് ഇവിടെ കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുന്നത്. ഇവിടെ എന്തായിരിക്കും, റേഷ്യോ മീൻസ് രണ്ടും തമ്മിലുള്ള റേഷ്യോ. രണ്ട് പോർട്ട്ഫോളിയോ ഉണ്ടല്ലോ, അഗ്രസീവും ഡിഫെൻസീവും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, റേഷ്യോ ബിറ്റ്വീൻ 2 പോർട്ട്ഫോളിയോസ് വിൽ ബി പ്രീ ഡിറ്റർമിൻഡ്. രണ്ടും തമ്മിലുള്ള റേഷ്യോ മുൻകൂട്ടി തീരുമാനിക്കും. ലൈക്ക് ഇറ്റ് മേ ബി 1:1, അല്ലെങ്കിൽ 1:2, അല്ലെങ്കിൽ 1.5:1. ഓക്കെ, അങ്ങനെ ഈ രണ്ടും തമ്മിലുള്ള റേഷ്യോ ആദ്യം തീരുമാനിക്കും, അല്ലെങ്കിൽ 2:1 എന്നുള്ളത് തീരുമാനിക്കും. എന്നിട്ട് ചിലപ്പോൾ ഒരു റിവിഷൻ പോയിൻ്റ് ഫിക്സ് ചെയ്യും. അപ്പോൾ റിവിഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും പോയിൻ്റുകളായിരിക്കും. പോയിൻ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തതിൽ നിന്ന് 0.1 കൂടിയാൽ, ഇപ്പോൾ റേഷ്യോ 1.5:2 ആണെന്ന് വിചാരിക്കും. 0.1 ആണ് നമ്മളുടെ ഒരു ±0.1. അപ്പോൾ 1.5-ൽ നിന്നും 1.6 ആവുകയോ അല്ലെങ്കിൽ 1.4 ആവുകയോ അങ്ങനെ വരികയാണെങ്കിൽ ഈ റേഷ്യോ പഴയതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഷെയർ വാങ്ങുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. ആ രണ്ടും തമ്മിലുള്ള റേഷ്യോ, പോർട്ട്ഫോളിയോ ഡിഫെൻസീവും അഗ്രസീവും തമ്മിലുള്ള റേഷ്യോ ഒരേ റേഷ്യോയിൽ നിലനിർത്തുക. ആക്ഷൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് പിന്നെ ±0.1 അല്ലെങ്കിൽ ±0.2 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു പോയിന്റുകൾ ആവാം. ഓക്കെ, ദാറ്റ് മീൻസ് ദ റേഷ്യോ ബിറ്റ്വീൻ 2 പോർട്ട്ഫോളിയോസ് വെൻ മൂവ്ഡ് അപ്പ് ഓർ മൂവ്ഡ് ഡൗൺ ബൈ 0.1, ±0.1 ആണ് വെച്ചെങ്കിൽ ഇതിൻ്റെ വില 0.1 കൂടുകയോ കുറയുകയോ. അപ്പോൾ 1.5 ആണ് ഫിക്സ് ചെയ്തതെങ്കിൽ 0.1 കൂടുക കുറയുക എന്ന് പറഞ്ഞാൽ 1.6 ആവുകയോ 1.4 ആവുകയോ ചെയ്യുക. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അതായത് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ഡോളർ കോസ്റ്റ് ആവറേജിങ്. ഇപ്പോൾ ഡോളർ കോസ്റ്റ് ആവറേജിങ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് യഥാർത്ഥത്തിൽ. ഓക്കെ, നമ്മളുടെ ഈ സിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഓരോ മാസവും ഒരു നിശ്ചിത എമൗണ്ട് വെച്ചിട്ട് നമ്മൾ പിന്നെ ഒരു മാസം 1000 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ടേയിരിക്കുക ഒരു ഷെയർ. ആ ഷെയർ 1000 രൂപയ്ക്ക് മാസത്തിൽ ഇന്ന ദിവസം വാങ്ങിച്ചുകൊണ്ട്, മാസം 2-ാം തീയതി അല്ലെങ്കിൽ 10-ാം തീയതി വാങ്ങിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓവർ എ ലാർജ് പീരീഡ് ഓഫ് ടൈം നമ്മൾക്കൊരു മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു റീസണബിൾ റേറ്റിൽ, കുറഞ്ഞ വിലയിൽ മാർക്കറ്റ് ഡോളർ കോസ്റ്റ് ആവറേജിങ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്കതൊന്ന് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദാറ്റ് മീൻസ് ഓൾ ദ ഫോർമുല പ്ലാൻസ് അസ്യൂം ദാറ്റ് സ്റ്റോക്ക് പ്രൈസസ് ഫ്ലക്ച്വേറ്റ്സ് അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, അപ്പോൾ ഈ ഡോളർ കോസ്റ്റ് ആവറേജിങ് എന്ന് പറയുന്നത് ഈ
ഷെയറിൻ്റെ വിലയിലുള്ള ഈ സൈക്ലിക്കൽ മൂവ്മെൻറ്റ് അപ്സ് ആൻഡ് ഡൗൺസ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ആൻഡ് ദെയർ ബൈ കൺസ്ട്രക്ട് എ പോർട്ട്ഫോളിയോ അറ്റ് ലോ കോസ്റ്റ്, ഒരു ലോ കോസ്റ്റിൽ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഹിയർ വാട്ട് ദി ഇൻവെസ്റ്റർ വിൽ ഡു ഈസ്, ഇൻവെസ്റ്റർ വിൽ ഇൻവെസ്റ്റ് എ സം കൈൻഡ് ഓഫ് എ ഫിക്സഡ് എമൗണ്ട്, എ കോൺസ്റ്റൻറ്റ് സം, ചില ഒരു 5,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ in a particular share or a portfolio of share regularly at periodical intervals. Investor invests a constant sum in a specified share or portfolio of shares regularly at periodical intervals. Okay, അപ്പോൾ ഇത് ഒരു ഫെയർലി ലോങ് പ്ലാൻ പീരീഡിലേക്ക് ഇത് നമ്മൾ ഈ പ്ലാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ വിൽ ഗെറ്റ് ഷെയർസ് അറ്റ് എ ലോവർ റേറ്റ്, ലോവർ ആവറേജ് കോസ്റ്റ് പെർ ഷെയർ ദാൻ ദ ആവറേജ് പ്രൈസ്. അതായത് മാർക്കറ്റിലുള്ള വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഒരു ആവറേജ് കോസ്റ്റ് കുറഞ്ഞിട്ട് പിന്നെ ആവറേജ് കോസ്റ്റ് പെർ ഷെയർ വിൽ ബി ലോവർ എന്നാണ് പറയുന്നത്. കാരണം ഈ അപ്സ് ആൻഡ് ഡൗൺസ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതുകൊണ്ട്. സോ ഇറ്റ് ഈസ് എ ടെക്നിക്ക് ഓഫ് ബിൽഡിംഗ് എ ഗുഡ് പോർട്ട്ഫോളിയോ ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഓവർ എ സം ലെങ്ത് ഓഫ് ടൈം. ആൻഡ് ഈ പ്ലാനിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഡോളർ കോസ്റ്റ് ആവറേജിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഇടയ്ക്ക് വിഡ്രോവൽ ഇല്ല എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ദാറ്റ് മീൻസ് പ്ലാൻ ഡസ് നോട്ട് ഇമാജിൻ ദാറ്റ് വിഡ്രോവൽ ഓഫ് ഫണ്ട്സ് ഫ്രം ദ പോർട്ട്ഫോളിയോ. ഇടയ്ക്ക് വിൽക്കുന്നില്ല, പോർട്ട്ഫോളിയോയിൽ നിന്നൊന്നും വിൽക്കുന്നില്ല, അതായത് വാങ്ങിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ അസംഷൻ. വൺസ് എ ലാർജ് പോർട്ട്ഫോളിയോ ഹാസ് ബീൻ ബിൽഡ് ദെൻ ദ ഇൻവെസ്റ്റർ മേ സ്വിച്ച് ഓവർ ടു വൺ ഓഫ് ദ ഫോർമുല ഓഫ് പ്ലാൻസ്. അപ്പോൾ ഒരു നല്ല പോർട്ട്ഫോളിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു ഫോർമുല പ്ലാൻ, നേരത്തെ പറഞ്ഞ ഫോർമുല പ്ലാൻ എന്ന് പറഞ്ഞാൽ ഏതാ, കോൺസ്റ്റൻറ്റ് റുപ്പി വാല്യൂ പ്ലാനോ കോൺസ്റ്റൻറ്റ് റേഷ്യോ പ്ലാനോ ആയിട്ട് അതിലേക്ക് അയാളുടെ സൗകര്യത്തിനനുസരിച്ച് അയാൾ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഡോളർ കോസ്റ്റ് ആവറേജിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മൂന്നെണ്ണമാണ് പ്രധാനമായിട്ടുള്ള നമ്മളുടെ ഫോർമുല പ്ലാൻസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. വേറെയും ചില കാര്യങ്ങളുണ്ട്, ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് മൂന്നെണ്ണമാണ്. ഇതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അത് ഫ്ലെക്സിബിൾ അല്ല എന്നുള്ളത്, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ദേ ആർ ഇൻഫ്ലെക്സിബിൾ. ഓക്കെ, അതായത് ഒരു പിന്നെ ഫ്ലെക്സിബിലിറ്റി ഇല്ല, റിജിഡ് ആണ് എന്നുള്ള അർത്ഥം. Then another thing, it do not indicate which security from the portfolio to be sold and bought. ഇത് പോർട്ട്ഫോളിയോ റിവിഷൻ പ്ലാനൊക്കെ ആണെങ്കിലും ഏത് സെക്യൂരിറ്റി വിൽക്കണം വാങ്ങണം എന്നുള്ളത് പറയാമെന്നല്ലാതെ ഏത് സെക്യൂരിറ്റി വിൽക്കണമെന്നോ അല്ലെങ്കിൽ ഏത് സെക്യൂരിറ്റി വാങ്ങണമെന്നോ ഈ ഫോർമുല പ്ലാൻസിൽ പറയുന്നില്ല. അത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് നമ്മളുടെ ഒരു ഫോർമുല പ്ലാൻസിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പോർട്ട്ഫോളിയോ റിവിഷനാണ്, അതിൻ്റെ ആവശ്യകത, നീഡ് ഫോർ പോർട്ട്ഫോളിയോ റിവിഷൻ. ദെൻ വാട്ട് ഈസ് മീൻ ബൈ ദിസ് മീനിങ് ഓഫ് പോർട്ട്ഫോളിയോ റിവിഷൻ, സം കൺസ്ട്രെയിൻസ് ഇൻ ദ പോർട്ട്ഫോളിയോ റിവിഷൻ, അതുപോലെ പോർട്ട്ഫോളിയോ റിവിഷൻ സ്ട്രാറ്റജീസ്, ദെൻ ഇമ്പോർട്ടൻറ്റ് ഫോർമുല പ്ലാൻസ് ആൻഡ് ദെയർ ലിമിറ്റേഷൻസ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.